നമസ്കാരം. എൻ്റെ മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. 14,300 ഇരിക്കുന്ന സ്വർണം 60 രൂപ ഇറങ്ങിയിരിക്കുന്നു. 7,600 ഇരിക്കുന്നു. 24 ക്യാരറ്റ് ഗോൾഡ് ഫ്യൂച്ചേഴ്സിൽ 258 ഇരിക്കുന്നു. ഇത് 91 എന്നാണ് പറയുന്നത്, പക്ഷെ അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നു. പാട്ടിൽ 110 മുകളിൽ ഇരിക്കുന്നു. പി വന്നിട്ട് 9270 9280 ഇരിക്കുന്നു. ഇൻഡീസസിനെ നോക്കി വലുതായിട്ട് യൂസ് ഒന്നുമില്ല. മുകളിലും താഴെയും മാർക്കറ്റ് ചെന്നുകൊണ്ടേ ഇരിക്കുന്നു. 74 പോയിന്റ് പോസിറ്റീവിലിരിക്കുന്നു. അഞ്ചോളാസ് 2% കാലിയാണ്. 5 വെഹിക്കിൾ ടാറ്റ 2% ഔട്ട്. ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾ 1.8, സൺ ബാങ്ക് 1.6, IDFC 1.5, തങ്കമയിൽ 1.2, മെൻഡം -1. ടാസ് ലിസ്റ്റിൽ ഇരിക്കുന്നത് നോക്കി ആവശ്യമുള്ളതുപോലെ 1-2 കൺസിഡർ ചെയ്യാം. US-ഉം ടെഹ്റാനും ഭയങ്കര അടിതടി ചണ്ടയിലാണ് ഇരിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് എല്ലാവരും കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തു. ഓസിനെ തുറന്നു വിട്ടു എന്ന് അനൗൺസ് ചെയ്തായിരുന്നു. അത് ആ സമയം കണ്ട് അമേരിക്കൻ മാർക്കറ്റ് റോക്കറ്റിൽ ചെന്നായിരുന്നു. 700-800 പോയിന്റ് പ്ലസ് എന്ന് പറഞ്ഞ് എല്ലാവരും ബൽക്കി അടിച്ചായിരുന്നു. ഇടയ്ക്ക് ഉച്ചയ്ക്ക് പറഞ്ഞായിരുന്നു നിങ്ങൾ ഹോമൂസിനെ മൂടി എന്ന് പറയുന്നു. ഇടയ്ക്ക് വെപ്രളപ്പെട്ട് നമ്മളെ 2 ഇന്ത്യൻ കമ്പനിയിൽ വന്ന ഉടനെ ചുടാൻ തുടങ്ങി ടെഹ്റാൻ. അങ്ങനെ ചുട്ടതിൽ 2 ഇന്ത്യക്കാരർ മരിച്ച്. മൂന്നാമതായിട്ടുള്ള ആള് ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല. ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററെ പറഞ്ഞിരിക്കുന്നു. ഇത് തന്നെ നമ്മൾ പറഞ്ഞത്, ചൈനയുടെ ഷിപ്രിങ്കിൽ ഇങ്ങനെ ഇറാൻ ചുടുമോ? ഒരു ചുടൂല. കാരണം ജിൻപിങ് പൈ ഇസ്രായേൽ ഇസ് മൈ ഫാദർലാൻഡ് എന്ന് പറഞ്ഞില്ല. ഈ 3 മരണം നടന്നതൊരു കാരണം ഇസ്രായേൽ ഇസ് മൈ ഫാദർലാൻഡ് എന്ന് പൈ അവിടെ പറഞ്ഞ കാരണമാണ്. ഇത് നമ്മൾ ചെയ്യുന്നു, അതിനെ നമ്മൾ അറിഞ്ഞു ചെയ്യണം. 3 ആൾക്കാർ മരിച്ചു. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. 3 ജീവന്റെ വാല്യൂ അറിഞ്ഞ് ഈ പവറിലിരിക്കുന്നവർ നടക്കുവാണെങ്കിൽ വളരെ നല്ലത്. എനിക്ക് നടക്കുമോ എന്ന് നിങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെ ചിന്തിക്കണം. ഗ്ലോബൽ ഗ്രോത്തിൽ ബുസ്സിന് കാറ്റിറങ്ങിയിരിക്കുന്നു. ഇൻഫ്ലേഷന് കയറ്റും എന്ന് പറയുന്നു. ആക്ഫ്ലേഷനും കയറും എന്ന് പറയുന്നു. ഹോർമൂസിൽ ടെൻഷൻ കയറിയിരിക്കുന്നു. LPG സപ്ലൈ ബുസ്സിന് ഇറങ്ങിയിരിക്കുന്നു. താൻ എന്ത് പറയുന്നത് വെച്ചാൽ യുവാനിൽ കാശ് കൊടുക്കുവാണെങ്കിൽ തരാമെന്ന് പറയുന്നു. ഒരു കാലത്തിൽ ഒരു തലവൻ ഉണ്ടായിരുന്നു, ബ്ലൂ ടർബൻ കെട്ടിക്കൊണ്ട് രൂപയിലാണ് വാങ്ങിക്കൊണ്ടിരുന്നത് ഇറാൻ്റെ അടുത്തിരുന്ന്. എന്തെന്നാ നമ്മൾ ഫാദർലാൻഡ് എന്ന് പറഞ്ഞ് യുവാനിൽ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയിരിക്കുന്നു. ഓൾറെഡി ഡിമാൻഡ് അങ്ങനെ കിടപ്പിലായി. ഷേതിരുതിയ സമയം കൂടെ ജനങ്ങൾ വെളിയിൽ വന്ന് തുറന്ന് വാങ്ങുന്നില്ല. കൺസംഷൻ കുറഞ്ഞിരിക്കുന്നു. കാരണം മാർക്കറ്റ് കിടപ്പിലായി. കാരണം വിലവാസി കൂടുതലാണ്. ജ്വല്ലറി സ്റ്റോക്സ് വന്നിട്ട് മിക്സഡ് റിട്ടേൺസ് ആണ്. വന്നിട്ട് തങ്കമയിൽ ഒരേടിയായിട്ട് കയറിയിരിക്കുന്നു. കല്യാൺ 17% താഴെയാണ് ഇരിക്കുന്നു. പീപ്പിൾ വന്നിട്ട് ETF പ്രിഫർ ചെയ്യുന്നു ഓവർ ഫിസിക്കൽ ജ്വല്ലറി. എന്ത് പ്രോബ്ലമാണെന്ന് വെച്ചാൽ 50% അവർക്ക് ഒറിജിനൽ വാങ്ങാം, 50% വാങ്ങാട്ട കളിക്കും. ടാറ്റ ട്രസ്റ്റിൽ ഒരു അമെൻമെൻറ്റ് വരുമെന്ന് വിചാരിക്കുന്നു. ചില ട്രസ്റ്റീസ് അവർ മാറ്റിയാലും മാറ്റും. ഒരു വലിയ ന്യൂസ് വന്നിരിക്കുന്നു. ഒപ്പിനെ കുറിച്ച് ഒരുപാട് ദിവസം സംസാരിക്കാതെയിരുന്നു. ഫിയാമ എന്നത് അവരെ ബ്രാൻഡ് നെയിമാണ്. ഈ ഫിയാമയെ 1000 കോടി കമ്പനിയായിട്ട് മാറ്റാൻ പോകുന്നതായിട്ട് പറയുന്നു. പ്രീമിയം പേഴ്സണൽ കെയർ എക്സ്പാൻഷൻ, ഓർഡിനറി ഒക്കെ കാശില്ല എന്ന് പറയുന്നു. ഷേപ്പ് റിക്കവറിയിൽ ഇന്ന പാർട്ടിക്ക് ഉണ്ടായിട്ട് ചെയ്ത് ഇതിൽ അവർ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നതായിട്ട് ഈ ഫിയാമ ടാർഗറ്റിൽ പറയുന്നു. അത് ITC FMCG ഗ്രൂപ്പ്സ് എന്നിട്ട് പറയുന്നു. ഫുഡ് ഗ്രൂപ്പ് എന്ത് പറയുന്നു എന്നാൽ പ്രോട്ടീൻ ബേസ്ഡ് വെജ് ഫുഡ് ചെയ്ത് വെൽനസ് ഡിമാൻഡിനെ പിടിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഫീസ്റ്റിൽ ഒരു പ്രോട്ടീൻ ഡ്രിങ്ക്, ശേഷം 45 ബിസ്ക്കറ്റ്, പ്രോട്ടീൻ കൊണ്ട് പ്രോട്ടിഫൈ ചെയ്ത ആട്ട, ബാർ പോലെ ഒരുപാട് പ്രോഡക്ട്സിന് അവർ ഇറക്കാൻ പോകുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. പല പ്രോഡക്ട്സിനെ ഇറക്കി. ഇന്ത്യസ് ലാർജസ്റ്റ് ഫുഡ് കമ്പനി ആയിട്ട് അവരായിരിക്കുന്നു. ഇന്നൊരു സൈഡിൽ അത് കയറിക്കൊണ്ടേ പോവും. കൺസ്യൂമർ ഡ്യൂറബിൾ ഇരിക്കുന്നല്ലേ, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ അതിനെയും വില കയറ്റാൻ പോകുന്നു. കാസ്റ്റ് പ്രഷർ ഇരിക്കുന്നു. വയറൊക്കെ ചെയ്യാൻ പ്ലാസ്റ്റിക് ആവശ്യപ്പെടുന്നല്ലേ, പ്ലാസ്റ്റിക് പാർട്സ് ഒക്കെ ആവശ്യപ്പെടുന്നു. അപ്പം കച്ച എണ്ണയുടെ വിലയും കയറുന്നല്ലേ, ഒക്കെ കയറി തന്നെ ആവണം. ഇപ്പോഴേക്ക് ഗോവ പ്ലാന്റിൽ 2 US FD ഒബ്സർവേഷൻ വന്നിരിക്കുന്നു. വലിയ പ്രോബ്ലം ഒന്നുമല്ല, ചെറിയ പ്രോബ്ലം ആണ്. ഇതിനെ ക്ലിയർ കട്ടായിട്ട് മോണിറ്റർ ചെയ്താൽ തന്നെ ഇത് ശരിയാവും. ഇയർ ടേം വന്നിട്ട് ഈ പ്ലാന്റിൽ നിന്ന് കൊണ്ടുവരാതെ എന്നു പറഞ്ഞ ഒരു ബാനൊന്നുമില്ല ഇവിടെ. ഒരു ഷെയറിന് ഏതൊരു പ്രശ്നവും ഇരിക്കില്ല. വെയിറ്റ് ലോസ് ഡ്രഗ് വന്നിട്ട് മാർക്കറ്റിൽ പാതി പൊട്ടൻഷ്യലിൽ തന്നെ പോകും എന്ന് എല്ലിൽ ഇന്ത്യയിൽ പറയുന്നു. എന്തെന്ന് വെച്ചാൽ അവൈലബിലിറ്റി എങ്ങനെ ഇരിക്കും, കൺസ്ട്രെയിൻഡ് എങ്ങനെ ഇരിക്കും, കോസ്റ്റ്ലി ആയിട്ട് പ്രോഡക്റ്റ് ഇരിക്കുന്ന കാരണം ആക്സസ് ഒരുപാട് ഇരിക്കില്ല. അതും കോസ്റ്റ് എന്ന കാരണം 50% ഓഫ് പൊട്ടൻഷ്യൽ തന്നെ
ഒഹും എന്ന് പറയുന്നു. ഇത് ട്രെൻഡ് 2000 നിന്ന് 3500 കോടി ഫണ്ട്സ് റൈസ് ചെയ്യാൻ പോകുന്നു. സെൽ റേറ്റ് എക്സ്പാൻഷൻ, ഇന്നും ഒരുപാട് സ്റ്റോർസ് തുറക്കാൻ പോകുന്നു എന്നൊക്കെ കാശിൻ്റെ ആവശ്യമുണ്ട്. ഇത് കാരണം റീറ്റെയിൽ ഗ്രോത്ത് സ്റ്റോറിയാം. എക്സിക്യൂഷൻ മാത്രം തന്നെ റിസ്ക് എന്ന് പറയുന്നു. ഇതായിട്ട് കണക്ക് കാണിച്ച് ഗോൾ അടിച്ചു. ഫ്രണ്ടിൽ ഒരു ബോണസ് വന്നാൽ വരും എന്ന് പറയുന്നു ഇപ്പോൾ. പക്ഷേ വൈരത്തിൻ്റെ വൈര ഊസി ആണ് ഇത്. ഇതിൻ്റെ അടുത്ത് പോയി നിങ്ങൾ അകപ്പെടുവാണെങ്കിൽ, കണ്ണിന് അതിൽ കുത്തുവാണെങ്കിൽ ഞങ്ങൾക്ക് വേദനിക്കും. സോ അതിൻ്റെ പുറകെ ചെല്ലണ്ട. HDFC ബാങ്ക് എന്ത് ചെയ്യുന്നു എന്നാൽ KK മിസ്ത്രിയുടെ ടേമൻ അങ്ങനെ ഇழுത്ത് പിടിക്കുന്നു. ഇനി ഒന്ന് എടുക്കാൻ പോകുന്നു. ഡിവിഡൻഡ് 13 രൂപ, സ്പെഷ്യൽ ഡിവിഡൻഡ് 2000 രൂപ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് 15 രൂപ 50 പൈസയാണ് ഡിവിഡൻഡ്. 9% തന്നെ. അതിലൊരു വലിയ സുഖമില്ല. ഒരു നോക്കി ICICയിലും തന്നെ ഇരിക്കുന്നു. ശതമാനം തന്നെ ഗ്രോത്ത്, പ്രോഫിറ്റ്, ഡിവിഡൻഡ് 12 രൂപ തന്നെ തന്നിരിക്കുന്നു. ബാങ്ക് 45% പ്രോഫിറ്റ് ഗ്രോത്ത്. NPS ഇതായിട്ട് ഇനി ലെൻഡിങ് തുടങ്ങിയില്ല. ഫ്ലോ നോക്കി ചെയ്യണം. 81 ബോൺഡ്സ് ഞങ്ങൾക്ക് അഗേൻസ്റ്റാ വന്നാലും പ്രശ്നമില്ല എന്ന് പറയുന്നു. നിങ്ങൾ ക്യാഷ് ആയിട്ട് സെറ്റിൽ ചെയ്യുമെന്ന് പറയുന്നു. ബേസിക്കലി ഇവർ ഇതിനെ ക്യാപിറ്റൽ റൈസ് ചെയ്ത് കൊടുക്കും. പച്ചൽ സുമിറ്റോമോ കോർപ്പറേഷൻ എടുത്ത് കാശ് ഒരുപാട് ഇരിക്കുന്നു. HDFC ബാങ്ക് വന്നിട്ട് KK മിസ്ത്രിയുടെ പൊസിഷനെ കയറ്റാൻ പോകുന്നു. ബാങ്ക്സ് എന്ത് പറയുന്നു എന്നാൽ ഇതൊക്കെയും ഇമ്പാക്റ്റ് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നു. വലിയ പ്രോബ്ലം ഇരിക്കത്തില്ല വെസ്റ്റ് ഏഷ്യയിൽ എന്ന് പറയുന്നു. ഒരുപാട് ആൾക്കാരെ ജോലി പോയി അവിടെ നിന്ന് വന്നതിൻ്റെ ശേഷം തന്നെ ഇമ്പാക്റ്റ് കാണാൻ പറ്റും. തന്നെ വേദനിക്കുമെന്ന് പറയുന്നു. എന്ത് പറയുന്നു എന്നാൽ ഗൈഡൻസ് വളരെ വീക്ക് കൊടുത്തിരിക്കുന്നു. ഗ്രോത്തും മാക്രോ ഹെഡ് വിങ്സും അവർക്ക് വളരെ കഷ്ടം കൊടുക്കുമെന്ന് പറയുന്നു. ഈ നോംസ് ഈ താറിൻ്റെ വിലയിന് 1.5 ലക്ഷം രൂപ പെട്ടെന്ന് കയറ്റുന്ന പോലെ ഒരു നോംസ് വരും. റേറ്റ് EV ട്രാൻസിഷൻ കയറും. അറ്റാക്ക് ഒരു നല്ല ന്യൂസാണ്. അജാജ് ഓട്ടോ കുറച്ച് ഡൗൺവേർഡായിട്ട് ട്രെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വരെ ഇറങ്ങുമ്പം ഞങ്ങൾ തന്നെ പറയാം, അപ്പോൾ കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ വേണ്ട. ഷെയർ കുറയുന്നു. എന്തുകൊണ്ട് മാർക്കറ്റ് ഷെയർ ഓവറോൾ ആയിട്ട് കുറയുന്നു എന്നാൽ ഇത് സ്കൂട്ടർ ഇല്ല, എന്നാൽ സ്കൂട്ടർ EV സ്കൂട്ടർ തന്നെ ഈ വർഷം തന്നെ അതിന് പുഷ് ചെയ്യാൻ പോകുന്നതായിട്ട് പറയുന്നു. 3 വീലേഴ്സ് വന്ന് മാർക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. 2030 %, ഇലക്ട്രിക് 2 വീലറായിട്ട് മാറ്റുമെന്ന് പറയുന്നു. ഒരാഴ്ചയിൽ GSTനെ കുറയ്ക്കുന്നത് പോലെ ട്രൈ ചെയ്തു. ഇനിയൊരു സൈഡിൽ വിലവാശി കൂടിയിരിക്കുന്നു. ഈ വാർ കാരണം റോക്കറ്റിൽ കയറുന്നു. ഏറുന്ന കാരണം നമ്മളെ ഇൻഡസ്ട്രി വളരെ പാടിലാണ് ഇരിക്കുന്നു. ഹോട്ടൽ ഇൻഡസ്ട്രിക്ക് ഗ്യാസ് വരുന്നില്ല. ഇതുപോലത്തെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനൊക്കെ ഗ്യാസ് പ്രോബ്ലം ആയിട്ടിരിക്കുന്നു. അവൈലബിലിറ്റി ഇല്ല വാങ്ങാൻ വേണ്ടി എന്നുള്ള ന്യൂസ്. അതിൽ ഇന്ത്യ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് വന്നിട്ട് ചൈനയ്ക്ക് ഗുജ തൂക്കുന്ന ഓവറോൾ നോക്കിയാൽ മാർക്കറ്റ് വളരെ വീക്കായിരിക്കുന്നു. പിന്നെ ന്യൂസും അതിൻ്റെ ഒപ്പമുണ്ട്. നമ്മൾ കെയർഫുള്ളായിരുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനത്തിന് നമുക്ക് നല്ല സമയം വരുന്ന സമയം അതിനെ നോക്കിയെടുക്കണം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ഇനിയും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.